ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വിളവെടുക്കുന്നത് ഒരു ഔഷധ ഗുണമുള്ളൊരു പച്ചക്കറിയാണ്. അതാണ് നമ്മുടെ നെയ്ക്കുമ്പളം. വളരെ ഔഷധ ഗുണവും വളരെ വിറ്റാമിനും ഉള്ളൊരു ഐറ്റമാണ് ഈ നെയ്ക്കുമ്പളം. ഒരു വള്ളി ഉണ്ടായാൽ തന്നെ തുരുതുര കായ്ക്കുന്ന ഒരു ഐറ്റമാണ് നെയ്ക്കുമ്പളം. യാതൊരു പരിപാലനമില്ലാതെ കായ്ക്കുന്ന ഒരു ഐറ്റവുമാണ് ഈ നെയ്ക്കുമ്പളം. ഇത് ഏകദേശം വള്ളികൾ ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഒന്ന് വിളവെടുക്കാമെന്ന് കരുതി. എന്നിട്ട് വേണം ഈ നെയ്ക്കുമ്പളം നട്ട സ്ഥലത്ത് വേറെ എന്തെങ്കിലും നടാമെന്ന് കരുതി. അങ്ങനെ ഒക്കെ വിളവെടുക്കാം. ഏകദേശം ഒരു 200-300 ഗ്രാം തൂക്കം വരുന്നൊരു സാധനമാണ് ഈ നെയ്ക്കുമ്പളം. അതിൽ കൂടുതൽ വളരൂല. ഏകദേശം കാലങ്ങളോളം ഇതുപോലെ വെച്ചാലും ഒരു കേടും വരാത്തൊരു ഐറ്റവുമാണ് ഈ നെയ്ക്കുമ്പളം. എത്ര വർഷവും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം, ഒരു കേടും വരില്ല. ഒന്ന് മാത്രം, ഇതുപോലെ വള്ളി ഉണങ്ങിയിട്ട് മാത്രമേ പറിക്കാൻ പാടുകയുള്ളൂ. എന്നാലേ കുറേ കാലം നിൽക്കുകയുള്ളൂ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലെ കുമ്പളനും മത്തനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണങ്ങി പറിച്ച് കഴിഞ്ഞിട്ട് കാലങ്ങളോളം നമ്മൾ സൂക്ഷിക്കാറുണ്ട്. നമുക്ക് അന്ന് വല്ലാതെ പച്ചക്കറിയും ഇതൊന്നും വാങ്ങാറില്ലായിരുന്നു. ഇതുപോലെ പറിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സമയത്ത് പറിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോയി വെക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിപ്പം ചെയ്യണില്ല. അതുപോലെ ചെയ്യാം. ഇത് കുറേ കാലം വെക്കാം നമുക്ക്. കണ്ടോ, അതിന് മേലെ ഒരു പൊടി കണ്ടോ, വെള്ള. ആ പൊടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മൂത്തുവെന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ കാലത്തൊന്നും നമ്മൾ പുറത്തിൽ നിന്ന് പച്ചക്കറി വാങ്ങാറില്ലായിരുന്നു. ഇതുപോലെ കൃഷി ചെയ്ത് കണ്ട് മൂക്കുമ്പോൾ ഇതുപോലെ പറിച്ച് വെക്കാറ് ഒരു വർഷത്തേക്കുള്ള സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനൊക്കെ മടിയാണ്. ആരും കൃഷി ചെയ്യാറുമില്ല, ചെയ്യിക്കണമില്ല. ഞാൻ ഏകദേശം ഇത് നട്ടിട്ട് ഏകദേശം ഒരു നട്ടതൊന്നുമല്ല, 2-3 വിത്ത് എറിഞ്ഞതാണ്. അതുപോലെ ഉണ്ടായതാണ്. ഏകദേശം 2 വള്ളിയോളം എനിക്കുണ്ടായി. അപ്പോൾ നമ്മൾ വലിയ പരിപാലനം കൊടുക്കാതെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആ വള്ളിയൊക്കെ പറിച്ചിട്ട് അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും നടാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ അടുത്ത് നല്ല അടിപൊളി ചിരങ്ങൻ്റെ വിത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നടാമെന്ന് കരുതി. അപ്പോൾ ഇന്നിപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആണ്. നാളെ വേറൊരു വർഷമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നടുക. നല്ല കാര്യങ്ങളാവട്ടെ ഫസ്റ്റിനെ തുടക്കം. നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാം. പക്ഷേ പരിശ്രമിക്കാതെ നടക്കുകയില്ല. നമ്മൾ എന്ത് സ്വപ്നം കാണുന്നോ അതിന് നമ്മൾ പരിശ്രമിക്കുക. അതായിരിക്കും നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഇത് ചിരങ്ങൻ്റെ വിത്ത് നടാൻ കരുതി. അപ്പം ഇനി ഏകദേശം റംസാനിലൊക്കെ വരുന്നത്. അപ്പം ഇല പറിക്കുക, താളിക്കൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ചിരങ്ങൻ്റെ വിത്ത് നട്ടു. ഏതൊരു പച്ചക്കറി നമ്മൾ പറിച്ച് വിളവ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്നും വിളവെടുക്കാനുണ്ടാവും. അപ്പോൾ ചിരങ്ങൻ്റെ വിത്ത് ഇത് ഞാൻ അടുക്കള വേസ്റ്റ് മാത്രം ഇടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിളവ് എനിക്ക് കിട്ടും. ഇതുകൊണ്ട് നെയ്ക്കുമ്പളം കണ്ട് നല്ല കായാണ്. കുക്കമ്പർ ഇതിന് മുന്നേ നല്ല കായായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ അടുത്ത വർഷം എല്ലാവരും ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടുക, നല്ലത് കഴിക്കുക, ആരോഗ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.